കടലിന്റെ കാറ്റിനൊപ്പം ചരിത്രവും വളർച്ചയും പങ്കിടുന്ന ഒരു തീരനഗരമുണ്ട്, ഫഹാഹിൽ. ഒരിക്കൽ മത്സ്യബന്ധനത്തിനും തീരജീവിതത്തിനും പേരുകേട്ട ഈ പ്രദേശം ഇന്ന് മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു കുടുംബ നഗരമായി മാറിയിരിക്കുകയാണ്. കുവൈത്തിലെ തെക്കൻ തീരത്തുള്ള നഗരത്തിന്റെ വിശേഷങ്ങളിലേക്ക്. മത്സ്യബന്ധനത്തിനും കൃഷിക്കും പേരുകേട്ട ഒരു തീരഗ്രാമമായിരുന്നു ഫഹാഹിൽ. ഫഹാഹിൽ എന്ന പേര് അറബി വാക്കായ ഫഹൽ നിന്നാണ് വന്നതെന്ന് പറയപ്പെടുന്നു. ശക്തമായ പനമരം എന്നാണ് അതിന്റെ അർത്ഥം. പനമരങ്ങൾ നിറഞ്ഞ പ്രദേശമായതിനാലാണ് ആ പേര് ലഭിച്ചതെന്ന് ചരിത്രം പറയുന്നു. ശുദ്ധജലം ലഭ്യമായതിനാൽ കൃഷിയും മത്സ്യബന്ധനവും ഇവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പുലരിയുടെ തിരമാലയോടൊപ്പം കടലിലേക്ക് പോകുന്ന ബോട്ടുകളും തീരത്ത് മത്സ്യം വിൽക്കുന്നവരുടെയും പാട്ടുകളുമായിരുന്നു അന്നത്തെ ജീവിതം. 1920 ജഹറ യുദ്ധത്തിനു ശേഷം ഗ്രാമത്തെ സംരക്ഷിക്കുവാൻ ഷെയ്ഖ് സാലിം അൽ മുബാറക്ക സബാഹ് മതിലും കാവൽ ഗോപുരങ്ങളും പണിതു. അന്ന് ഫഹാഹിൽ കുവൈത്തിന്റെ തെക്കൻ കവാടം എന്നാണ് അറിയപ്പെട്ടത്. 1950കളിൽ കുവൈത്തിൽ എണ്ണ കണ്ടെത്തിയതോടെ അടുത്തുള്ള അഹമ്മദി മേഖലയിലെ തൊഴിലാളികൾ ഫഹാഹിലിൽ താമസിക്കുവാൻ തുടങ്ങി. അതാണ് ഈ പ്രദേശം നഗരമായി മാറുവാനുള്ള തുടക്കം. ഞാൻ 76 മുതൽ ഈ കുവൈത്തിലുണ്ട്. അന്ന് സിറ്റിയിൽ നിന്ന് ഫാഹിലിലേക്ക് വരണമെങ്കിൽ ഒരു സിംഗിൾ റോഡാണ്. ആ റോഡിൽ ഒരു വാഹനം മാത്രമേ പോവുള്ളൂ. പക്ഷേ രണ്ട് ഭാഗത്തും വാഹനം വരുമ്പോൾ ഒരു ടയർ റോഡിലും ഒരു ടയർ പൂഴിയിലുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ വളരെ ചുരുക്കം ജനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. മലയാളികളെ കാണണമെങ്കിൽ അന്ന് ഫാഹിലിൽ വളരെ അപൂർവമാണ്. അന്ന് 2 ഷോപ്പാണ് ഫാഹിലിൽ മലയാളികളുടെ ഷോപ്പായിട്ടുള്ളത്. ഒന്ന് സബ സ്റ്റോർ, ഒന്ന് സബ ബേക്കറി. ഈ 2 സ്ഥലത്തേ മലയാളികളായിട്ടുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ അറബികളും മറ്റുള്ളവരിലായിട്ട് ചെറിയ വീടുകളാണ്. ഇന്ന് കാണുന്ന മാതിരിയുള്ള വലിയ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാലം മാറി. മത്സ്യഗ്രാമമായിരുന്ന ഈ തീരം ഇന്ന് വളർന്ന് കുവൈത്തിലെ സജീവ നഗരങ്ങളിലൊന്നായി. കൈസറിയ മറ്റെല്ലാ കാര്യങ്ങൾക്കും മൊബൈൽ ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് ഷോപ്പ് എന്നീ കാര്യങ്ങളിലൊക്കെ മലയാളികൾ, വാച്ച് എന്ന് പറയുന്ന എല്ലാ ഫർദ എന്നൊക്കെ പറയുന്ന ഈ ബിസിനസ് രംഗത്ത് മലയാളികൾ കടന്നു വരികയും അവരുടെ ഒരു വിശ്വാസമാണ് മലയാളികളെ ഇതിലേക്ക് അടുപ്പിച്ചതും. അതുപോലെ തന്നെ ചെറുകിട ഹോട്ടലുകൾ, സാൻഡ്വിച്ച് കടകൾ എല്ലാം മലയാളികളാണ്. ഫാഹിലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മറ്റുള്ള ഏരിയകളെ അപേക്ഷിച്ചിട്ട് എല്ലാവർക്കും ബിസിനസ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഫഹാഹിൽ. പഴയ ഫിഷ് മാർക്കറ്റിന്റെ ഗന്ധത്തോടൊപ്പം അൽകൂത്ത് മാളിന്റെ തിളക്കവും ചേർന്ന് ഫഹാഹിൽ നിന്ന് കടലിനെയും നഗരത്തെയും ഒരുമിപ്പിക്കുന്ന മുഖമായി. കൈസരിയെയും പയസൂക്കും ചേർന്ന ഫഹാഹിൽ മാർക്കറ്റുകളിൽ ആയിരക്കണക്കിന് പ്രവാസികൾ ഇന്ന് ഉപജീവനം തുടരുന്നു. ഈ കൈസരി സൂക്കിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ മലയാളികളാണ്. മലയാളികൾ എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന പല മലയാളികൾ, കോഴിക്കോട്ടിൽ പല ആളുകളുണ്ട്. നമ്മുടെ നാട്ടുകാർ തന്നെ പല എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഫോണിലായാലും വാച്ചിലായിട്ടും റെഡിമെയ്ഡ് ഷോപ്പിലായിട്ടും ചെരുപ്പിലായിട്ടും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ. എല്ലാവർക്കും നമ്മുടെ അഭിപ്രായം നമ്മൾ പരസ്പരം നല്ല ഐക്യത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. രാജ്യത്തെ മറ്റു നഗരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷമാണ് ഇവിടെ. രാത്രികൾ പകലാകുന്ന സുന്ദരമായ നഗരം. വെള്ളിയാഴ്ചകളിൽ കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ചിരിയാലെ നിറയുന്ന നഗരം. ഞാനിവിടെ കഴിഞ്ഞ 18 വർഷമായിട്ട് ഫാമിലിയായിട്ട് ഇവിടെ തന്നെയാണ് താമസം. ഇവിടെ നിൽക്കുന്നതിലെ ഒരു കാരണം നമ്മുടെ സ്കൂള്, അതുപോലെ മക്കളെ മദ്രസ, അതുമായി ബന്ധപ്പെട്ട നിരവധി ഷോപ്പുകൾ, നമുക്ക് ഇവിടെ നമ്മുടെ ജീവിത വിഷയങ്ങളും അതുപോലെ നമ്മളെ പർച്ചേസ് കാര്യങ്ങൾ നമുക്കൊരു ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്ന ഒരു സ്ഥലമാണ് ഫാഹിൽ. അതാണ് ഇന്നത്തെ ഫഹാഹിൽ. കടൽക്കാറ്റിൽ നാടിന്റെ ചൂട് തേടി പ്രതിദിനം ഇവിടെ എത്തുന്നവർ 100 കണക്കിനാണ്. ചായക്കടകളിൽ മലയാള ഭാഷയും തീരത്ത് നിൽക്കുന്നവർക്ക് നാട്ടിൻ ഓർമ്മയും നിറയുന്നു. വൈകിട്ട് ഒത്തുകൂടുന്ന മലയാളികളും മറ്റു പ്രവാസികളും കായിക രംഗത്തും ഇവിടെ സജീവമാണ്. ഫഹായിലും പരിസരത്തുമായി നിരവധി ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ ഇൻഡോർ കോർട്ടുകൾ മലയാളികളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ മത്സ്യഗ്രാമമായിരുന്ന ഫഹാഹിൽ ഇന്ന് കടലിന്റെ താളത്തോടൊപ്പം മുന്നേറുന്ന ജീവിത നഗരമായി മാറിയിരിക്കുന്നു. കടലിൻ്റെ ചൂടും ജീവിതത്തിൻ്റെ ശബ്ദവുമായ തീര നഗരമാണ് ഫഹാഹിൽ. ഫഹായിൽ നിന്നും സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി.